വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് കുത്തേറ്റു. കേസിൽ പ്രതിയായിരുന്ന അർജുന്റെ ബന്ധുവാണ് വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് ആക്രമിച്ചത്. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ചായിരുന്നു ആക്രമണം. വണ്ടിപ്പെരിയാർ ടൗണിൽ ഈ കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധുവിന് ഒരു കടയുണ്ടായിരുന്നു. അർജുന്റെ പിതാവിന്റെ സഹോദരനാണ് ഇയാൾക്കൊരു കടയുണ്ടായിരുന്നു. ഇത് ഏതാനും നാളുകളായി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇവിടെ വെച്ച് ഇന്ന് ഈ കട രാവിലെ തുറക്കാൻ എത്തിയപ്പോൾ ഇവിടെ വെച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛനും മുത്തശ്ശനും ഒക്കെയായി ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് പിന്നീട് ഈ വാക്കുതർക്കം അവസാനിക്കുകയും ഇവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം പെൺകുട്ടിയുടെ അച്ഛന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ കാലിലാണ് പരിക്കേറ്റത്. അദ്ദേഹത്തെ ഇപ്പോൾ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ ചികിത്സയിലാണ്. പോലീസ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ സാരമായ പരിക്കുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. കാര്യം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അശ്വതി, പ്രിൻസ്, ഈ വിഷയത്തിൽ ഈ അർജുനെ വെറുതെ വിട്ടത് മുതൽ അവിടെ ഇത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലേ? ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. തീർച്ചയായും ഏതാനും നാളുകൾക്കായി മേഖലയിൽ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഈ പ്രതിയെ വെറുതെ വിട്ട അന്ന് മുതൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ മേഖലയിൽ നടന്നിരുന്നു. ഒപ്പം ഈ നിങ്ങളുടെ കുടുംബത്തിന് നേരെ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് കാട്ടി അർജുന്റെ കുടുംബമൊക്കെ കോടതി സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം കോടതി ഇവരുടെ കുടുംബത്തിന് വീടിന് മകൾക്കുമൊക്കെ പോലീസ് കാവലേർപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം പല മേഖലകളിൽ വെച്ചും ഈ കുടുംബങ്ങൾ തമ്മിൽ ചെറിയ തോതിലുള്ള വാക്കുതർക്കവും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യം മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു തുടർച്ചയായി എന്നോണമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതാനും നാളുകളായി ഈ കട തുറന്ന് പ്രവർത്തിക്കുന്നില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്ന് ഈ സ്ഥാപനം തുറക്കാൻ വരികയും അവിടെ വെച്ചൊരു സംഘർഷ സാധ്യത ഉടലെടുക്കുകയും വലിയ വാക്കുതർക്കം ഉണ്ടായിരുന്നു. അർജുന്റെ പിതാവിന്റെ സഹോദരനും ഒപ്പം ഈ പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും അടക്കമുള്ളവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാകുകയും തുടർന്ന് ഈ വാക്കുതർക്കം അനുനയിപ്പിച്ച് നാട്ടുകാരുടെയും പോലീസിന്റെയും ഒക്കെ നേരത്തിൽ അനുനയിപ്പിച്ച് ഇവരെ വിടുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് പിന്നീട് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ ആരോഗ്യ ആശുപത്രിയിൽ ാണ്. എന്തായാലും വണ്ടിപ്പെരിയാർ ഏതാനും നാളുകളായി ഈ സംഭവത്തിന് ശേഷം വലിയ തോതിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉയരുന്നുണ്ട്. ഇതിനു മുൻപ് തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ ആരോപിച്ചിരുന്നു ഈ തങ്ങളെ അപായപ്പെടുത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒപ്പം അവരും ഈ പ്രതിയായി കോടതി കുറ്റവിമുക്തനാക്കിയ അർജുന്റെ കുടുംബവും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇവർ തമ്മിലുള്ള ഒരു വാക്കുതർക്കം പലതവണ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. അശ്വതി, ശരി, ഈ കേസിൽ വെറുതെ വിട്ട തെളിവുകളുടെ അഭാവത്തിലാണ് അർജുനെ വെറുതെ വിട്ട അർജുന്റെ ബന്ധുവാണിപ്പോൾ കുട്ടിയുടെ അച്ഛനെ കുത്തിയിരിക്കുന്നത്. അയാൾ ചികിത്സയിലാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.